വെൽക്കം ടു പ്രിദാസ് യൂണിക് കിച്ചൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാപ്സി ആംബ്ലി എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ആയിട്ട് ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ചോപ്പറിലിട്ട് കട്ടാക്കിയിട്ടുണ്ട്. അത് 2 സ്പൂൺ. പിന്നെ ഗ്രീൻ ചില്ലി, പച്ചമുളക്, ഇത് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട് വെക്കിയിട്ടുണ്ട്. അതിന് ശേഷം കടലമാവ് 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. മുട്ട ഇപ്പോൾ അടച്ചു വയ്ക്കേണ്ട, എന്താ വെച്ചാൽ കട്ട പിടിക്കും. സോ ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഒരു മുട്ട എടുത്ത് ഉടച്ചു വയ്ക്കാം. ഓക്കെ, മുട്ട എടുത്ത് ഉടച്ചു വയ്ക്കുന്നുണ്ട്. ഉടച്ചു വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് അതിൽ കൂടി മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പം നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടി, ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇതിൽ ഒരു 1/4 സ്പൂൺ പെപ്പറും ഇട്ടിട്ട് ആഡാക്കിയിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഒരു 1/4 സ്പൂൺ പെപ്പർ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഹെൽത്തിയാണ്, വെയിറ്റ് ലോസിന് ഹെൽപ്പായിരിക്കും. ഈവനിങ്ങും ഡിന്നറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, സ്നാക്സ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇത് സെപ്പറേറ്റായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ക്യാപ്സിക്കം എടുത്തു. ആ ക്യാപ്സിക്കം നല്ലോണം റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. കട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉള്ളിലുള്ളതൊക്കെ ക്ലിയർ ചെയ്ത് വെക്കണം. ഉള്ളിലുള്ളതൊക്കെ ക്ലീൻ ആക്കിയിട്ട് റൗണ്ട് ഷേപ്പ് മാത്രം വെക്കണം. ഓക്കെ, പിന്നെ കട്ടാക്കി. ഓക്കെ, ഇനി ഒരു കഷ്ണം കൂടി കട്ടാക്കി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ കട്ടാക്കിയിട്ട് നമുക്ക് ഉള്ളിലുള്ളതൊക്കെ ക്ലീൻ ചെയ്യാം. ഉള്ളിലുള്ളതൊക്കെ ഇപ്പോൾ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കാപ്സിക്കം റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ നമ്മൾ ആൾറെഡി മുട്ടയും കടലമാവും ഉള്ളി പച്ചമുളക് പൗഡറൊക്കെ ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാപ്സിക്കം. പിന്നെ ഇതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇത് ഞങ്ങൾക്ക് ഏത് ഓയിലാണ് ഇഷ്ടം. ഓയിൽ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്, ചൂടായി. അപ്പോൾ ഇതിൽ നമുക്ക് റൗണ്ടായിട്ട് കട്ടാക്കിയിട്ടുള്ള ക്യാപ്സിക്കം എടുത്ത് വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ മിക്സാക്കി വെച്ചില്ലേ, അത് സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ ഒന്നൊന്നായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ഭാഗം നല്ലോണം തിരിച്ചിടാം. ഓക്കെ, ഇപ്പോൾ അടുത്ത ഭാഗം നല്ലോണം വേകണം. വെന്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിൽ മാറ്റി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ 2 സൈഡ് നല്ലോണം വന്നിട്ടുണ്ട്. ക്യാപ്സിക്കവും വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ എഗ്ഗും എല്ലാം കൂടി നല്ലോണം മിക്സായിട്ട് നല്ല ഫ്ലേവറും ടേസ്റ്റും ഒരു മണം വരുന്നുണ്ട്.
ഓക്കെ, ഇതുപോലെ നമുക്ക് ബൗളിൽ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കാപ്സി ഓംലി റെഡി. ഈസിയാണ്. ഓക്കെ, ഇങ്ങനെ മാറ്റിയെടുത്ത് വയ്ക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ സോസോ പിന്നെ ഗ്രീൻ ചട്നിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ. ഓക്കെ, നോക്കാം. ക്യാപ്സിക്കം കട്ടാക്കാൻ ഒരുപാട്. ഓക്കെ, ഇപ്പം നമ്മൾ കട്ടാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.